ഹായ്, നമസ്കാരം. കഴിഞ്ഞ NDA പരീക്ഷയിലും അതിനുശേഷം നടന്ന SSB ഇൻ്റർവ്യൂവിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എഴുമല നേവൽ അക്കാഡമിയിലോട്ട് പ്രവേശനം നേടിയ അക്ഷയ് നമ്മോടൊപ്പം ഉണ്ട്. SCFEയിലെ മികച്ച സ്റ്റുഡൻ്റായിരുന്ന അക്ഷയ് തൻ്റെ ഗുരുനാഥന്മാരെയും സഹപാഠികളെയും കാണാനായി ഇപ്പോൾ നമ്മളൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ ആയിരിക്കണമെന്നും ഇൻ്റർവ്യൂ അനുഭവങ്ങളെക്കുറിച്ചും നമുക്ക് അക്ഷജിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അക്ഷജിൻ്റെ വീട് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയ്ക്കടുത്തുള്ള പുത്തനങ്ങാടി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ്റെ പേര് മനോജ് എന്നാണ്, വീട്ടുപേര് തുരുത്തേൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, പിന്നെ അമ്മുമ്മ. ഞങ്ങൾ 5 പേരാണ് എൻ്റെ വീട്ടിലുള്ളത്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇവിടെ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ SP ഓഫീസിൽ JS ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അനിയൻ +2 പഠിക്കുന്നു. അക്ഷയൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ 10 വരെ മുഹമ്മയിലുള്ള KE കാർമൽ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഹയർ സ്റ്റഡീസിനായിട്ട് ഞാൻ SDV സെൻട്രൽ സ്കൂൾ ആലപ്പുഴയിൽ +1 +2. അപ്പോഴത്തേക്കാണ് ഈ കോവിഡൊക്കെ വന്ന് പിന്നെ വീട്ടിലായിപ്പോയി. പ്രിയപ്പെട്ട അധ്യാപകർ, അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു അധ്യാപകരെ കുറിച്ച്? മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള അധ്യാപകർ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നെ ഭാവിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു അധ്യാപകർ എന്ന രീതിയിൽ എനിക്ക് ആരെയും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെ മാത്സ് പഠിപ്പിച്ച രേണുക എന്ന് പറഞ്ഞ ടീച്ചറിനെ ഞാൻ ഒരുപാട് ഓർക്കുന്നു, ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇത്രയും കാലം പഠിച്ചതിൽ വെച്ച് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഒരുപാട് നന്നായിട്ട് പഠിപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയ ഒരു ടീച്ചറാണ്. കാരണം ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ട് പോലും മാത്സ് എനിക്ക് ഒരു ബാലികേറ മലയായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മാത്സിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചത്. മാത്രമല്ല ഈ NDA എക്സാമിൽ തന്നെ കൂടുതലും ഒരു പേപ്പർ മൊത്തം മാത്സാണ്. അപ്പോൾ ടീച്ചർ അന്ന് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് നന്ദി പറയാനുള്ളത് രേണു ടീച്ചറാണ്. സാരഥി കുവൈറ്റ് നടത്തുന്ന SN കോളേജിന് പുറകുവശത്തുള്ള ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി എങ്ങനെയാണ് അക്ഷയ് അറിഞ്ഞത്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ NDA എക്സാം ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് SSB ഇൻ്റർവ്യൂവിനെ കുറിച്ച് അപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാർ എന്നെ ഒരു SSB കോച്ചിങ്ങിന് പോകണമെന്ന് ഞാൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവരിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ പറ്റി അന്വേഷിച്ചപ്പോൾ മിക്കതും എനിക്ക് പ്രശ്നമായി വന്നത് ദൂരമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ വഴിയാണ് ഞാൻ ശരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പോൾ അവിടെ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചേർന്നു. എനിക്ക് ഒരുപാട് ബെനിഫിഷ്യലായി. ഇവിടുത്തെ ഒരു കോച്ചിങ് കൊണ്ട് മാത്രമാണ് എനിക്ക് SSB ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ ഡെഫിനറ്റായിട്ടും പറയും. കാരണം എനിക്ക് SSBയെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതിരുന്നൊരു സമയത്താണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇവിടെ കാണുന്ന ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ SSB ഇൻ്റർവ്യൂവിന് എത്രമാത്രം സഹായിച്ചു? ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫിസിക്കൽ സ്റ്റാമിന ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇവിടെ കാണുന്ന ഒബ്സ്റ്റക്കിൾസ് എല്ലാം ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് എക്സാക്ട്ലി സെയിം സാധനമാണ്. ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവിടെ ചെയ്യേണ്ട എന്താണെന്നുള്ള ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് ഒബ്സ്റ്റക്കിൾസ് പ്ലാൻ ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം ഒബ്സ്റ്റക്കിൾസ് ക്ലിയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഇവിടെ വന്നത് ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ചെയ്ത് നോക്കിയത് കൊണ്ട് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി വെരി ബെനിഫിഷ്യൽ ഫോർ മീ. സ്പോർട്സ് കൗൺസിൽ മെമ്പറും കായിക പരിശീലന രംഗത്തെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്ന KK പ്രതാപൻ സാറാണ് അക്ഷയജിന് പരിശീലനം നൽകിയത്. അത് എത്രമാത്രം അവിടെ സഹായിച്ചു? സാറിൻ്റെ പരിശീലനം എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റാമിന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അവിടെ 3 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾക്ക് 10 ഒബ്സ്റ്റക്കിൾസ് ക്ലിയർ ചെയ്യാനുള്ള സമയം തന്നിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 3 മിനിറ്റ് താഴെ 10 ക്ലിയർ ചെയ്യാൻ പറ്റുകയും വീണ്ടും എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ സ്കോർ ഉയർത്താനായിട്ട് ഒരുപാട് സാധിച്ചു. എനിക്ക് 15 ഒബ്സ്റ്റക്കിൾസ് 3 മിനിറ്റിൽ ചെയ്യാൻ സാധിച്ചു. ഈ കാണുന്ന ഗ്രൂപ്പ് ടാസ്കുകൾ ചെയ്യാനായി ഇവിടെ നിന്ന് നൽകിയ പരിശീലനം അത് എത്രമാത്രം അവിടെ സഹായിച്ചു SSBക്ക്? എല്ലാം ഇവിടെ തന്ന എല്ലാ പരിശീലനവും എനിക്ക് വളരെ മികച്ചതായിട്ട് തോന്നി. കാരണം എൻ്റെ അവിടെ SSBയിൽ എന്നെ ഒരുപാട് സഹായിച്ചത് ഇവിടുത്തെ കോച്ചിങ് തന്നെയാണ്. ഇവിടെ വന്ന് കേണൽ വിജയൻ സാർ ഓരോ ഒബ്സ്റ്റക്കിൾസും പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആ സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം ഇതുപോലത്തെ ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ചെന്നത് കണ്ടപ്പോൾ ഇവിടെ പഠിപ്പിച്ച എക്സാക്ട് സിമിലർ സാധനം തന്നെയാണ് അവിടെ ഉള്ളതെന്ന് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. കാരണം ഇവിടെ നമ്മൾ പരിശീലിച്ച മിക്കതും ഒരു പാർട്ടിൻ്റെ ഒരു വലിയൊരു എക്സ്പെരിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ വലിയൊരു ഭാഗത്തിലെ ഒരു ചെറിയൊരു പോർഷനായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നത് എനിക്ക് അത് അടുത്തതിലോട്ട് മുന്നേറാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചു. കാരണം എനിക്ക് ഓൾറെഡി അറിയാം അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ തന്നൊരു പരിശീലനം എനിക്ക് അതുകൊണ്ട് അടുത്തൊരു ഒബ്സ്റ്റക്കിളിലോട്ട് പെട്ടെന്ന് മുന്നേറാൻ എന്നെ ഒരുപാട് സഹായിച്ചു. കേണൽ വിജയൻ സാറിൻ്റെയും വിംഗ് കമാൻഡർ പോൾ വർഗീസ് സാറിൻ്റെയും ക്ലാസ്സുകൾ എത്രമാത്രം പ്രയോജനകരമായി എന്നൊന്ന് ചുരുക്കി പറയാമോ? ഒരുപാട് പ്രയോജനകരമായി. കാരണം എനിക്ക് SSB ഇൻ്റർവ്യൂവിനെ പറ്റി ഒരു ധാരണയില്ലാതിരുന്ന സമയത്ത് അവരാണ് എന്നെ കറക്റ്റ് ഒരു പാത്തിലോട്ട് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തത്.
വിജയൻ സാറിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം സാറാണ് എനിക്ക് കറക്റ്റായിട്ട് എന്താണ് SSB, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്താണ് അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ തന്ന കേണൽ വിജയൻ സാറാണ്. അതുപോലെ പോൾ വർക്കി സാറിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അദ്ദേഹം തരുന്ന ഓരോ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, കുറേ ഏറെ ക്വസ്റ്റ്യൻസ് സെയിം തന്നെ ഞങ്ങൾക്ക് അവിടെ റിപ്പീറ്റ് ആയി വന്നതെന്നുള്ളത് എനിക്ക് ഒരുപാട് ബെനിഫിഷ്യലായി. കാരണം ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എഴുതി അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് അത്രയും ലാഭിക്കാൻ സാധിച്ചു. അവരുടെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ വരെ എത്താൻ സാധിക്കില്ലായിരുന്നു. ഈ ക്ലാസ് റൂമിൽ വെച്ച് നടന്ന ടാറ്റ്, ബാറ്റ് പോലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എത്രമാത്രം ഉപകാരപ്രദമായി? ഒരുപാട് ഉപകാരപ്രദമായി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടെസ്റ്റുകളുടെ പേര് തന്നെ കേൾക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്കിതിനെപ്പറ്റി ആശ്ചര്യം ഉണ്ടായിരുന്നു, അത്ഭുതം ഉണ്ടായിരുന്നു. കാരണം എനിക്കിതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത സമയത്താണ് ഇതുപോലെ തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, ഇനി ഇവിടെ തന്ന ഓരോ ക്വസ്റ്റ്യൻസും എനിക്ക് ആ ഒരു സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ഡൂയിങ് എ ഗെയിം. ഒരു ഗെയിം കളിക്കുന്ന ഒരു ലാഘവത്തോടെ കൂടി എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചെങ്കിലും അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെ ചോദിച്ച ഭൂരിഭാഗം ക്വസ്റ്റ്യങ്ങൾ, ഒരു 40% ക്വസ്റ്റ്യൻസ് സെയിം അതുപോലെ തന്നെ ചോദിച്ചു എന്നുള്ളത് എന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ആയാലും ഞാൻ ഇവിടെ ചെയ്ത് പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കഥ വിവരിച്ച് എഴുതാനായിട്ട് എന്നെ സഹായിച്ചു. പിന്നെ കഥയിൽ നിന്ന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി എനിക്ക് അതിൽ നിന്ന് എഴുതാൻ സാധിച്ചു. പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റിൽ എനിക്ക് നിമിഷ സമയങ്ങൾ കൊണ്ട് തന്നെ ഒരു വാക്ക് കണ്ടാൽ തന്നെ അതിനെപ്പറ്റി അവരെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു റിപ്ലൈ പോലത്തെ ഒരു സെൻറ്റൻസ് എഴുതാൻ എന്നെ ഒരുപാട് സഹായിച്ചു. എൻ്റെ ഒരു കൈ കൊണ്ട് എഴുതുന്ന ഒരു സ്പീഡായിക്കോട്ടെ, റൈറ്റിംഗ് സ്കിൽസും ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസും എല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഈ ടെസ്റ്റുകൾ സഹായിച്ചു. SSB ഇൻ്റർവ്യൂവിൻ്റെ ആദ്യ ദിനത്തിൽ കേണൽ വിജയൻ സാർ നൽകിയ ഉപദേശങ്ങൾ സ്ക്രീനിനാവുന്നതിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അക്ഷജിനെ? എന്നെ സംബന്ധിച്ചിടത്തോളം SSB ഇൻ്റർവ്യൂവിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ കണ്ടിരുന്നത് സ്ക്രീനിനാവുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ബാക്കിയുള്ള ടെസ്റ്റുകൾ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ ചെയ്തു വന്നിരുന്നതാണ് ഈ ലെക്ചർ റൈറ്റും ഗ്രൂപ്പ് ഡിസ്കഷനും പോലുള്ള കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് OER ആയിരുന്നു ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് എഴുതിയ ടെസ്റ്റ് തന്നെ ഒരു OER-ൻ്റെ ആയിരുന്നു. ആ ഒരു ടെസ്റ്റിൽ എനിക്ക് അത്ര മികച്ചതായി പെർഫോം ചെയ്യാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സ്ക്രീനിനാകാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നടത്തി പരിശീലിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അത് കടന്നു പോകാൻ സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു ടെസ്റ്റുകൾ എന്നെ ഒരുപാട് അധികം സഹായിച്ചു എന്ന് പറയാം. കാരണം ആ ഫസ്റ്റ് ഡേ സ്ക്രീനിനായില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും SSB മൊത്തം ക്ലിയർ ചെയ്യില്ലായിരുന്നു. അക്ഷജിൻ്റെ ഈ വിജയം നാട്ടിലോ ഈ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് പ്രചോദനമായിട്ട് ഇത് അറിയുന്നു? ഒരുപാട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികൾ തന്നെ എന്നോട് ഇതിനെപ്പറ്റി കൂടുതൽ അഡ്വൈസ് ചോദിച്ചു. കൂടുതൽ പേര് ഇതിലോട് താല്പര്യപ്പെട്ട് എന്നോട് എങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ പ്രൊസീജിയേഴ്സ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ എൻ്റെ ജൂനിയേഴ്സ് ആകട്ടെ കുറേ പേര് എന്നെ വിളിച്ചു. അവർക്കിതിൽ താല്പര്യമുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു വിജയത്തിൽ ഇത്രയും പേര് അതിൽ ഒരു പാത പിന്തുടർന്ന് വരുന്നു എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ ഞാൻ പോയി ടീച്ചേഴ്സിനെ കാണാൻ ചെന്നപ്പോഴായിട്ട് അവിടെയുള്ള +2 സ്റ്റുഡൻസ് ഒക്കെ, എസ്പെഷ്യലി ബയോമാത്സ് സ്റ്റുഡൻസ് കുറേ പേര് എന്നെ കാണാൻ വന്നു. കുറേ പേര് എന്നോട് അഡ്വൈസ് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. അക്ഷയൻ്റെ ഈ മികച്ച വിജയത്തിനെ പറ്റി അമ്മയും അച്ഛനും എന്താണ് പറയുന്നത്? അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇത്രയും വലിയൊരു SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തതിലുള്ള ഒരു സന്തോഷം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എന്നിരുന്നാലും ഫോഴ്സിലോട്ട് വിടാൻ ഉള്ളതിൻ്റെ ഒരു പൂർണ്ണ ഒരു സമ്മതം വീട്ടിൽ നിന്നില്ലെങ്കിൽ പോലും അവർ ഒരുപാട് ഹാപ്പിയാണ്. ഇത്രയും മികച്ച വിജയം കൈവരിച്ച അക്ഷജിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിലെ ഏറ്റവും വലിയ പൊസിഷനിലോട്ട് അക്ഷജ് എത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കുവൈറ്റിലെ പ്രവാസി സംഘടനയായ സാരഥി ചേർത്തല ശ്രീനാരായണ കോളേജിന് പിറകുവശം വരകാടി ടെമ്പിൾ റോഡിൽ സാരഥി ട്രസ്റ്റ് കോംപ്ലക്സിൽ നടത്തിവരുന്ന സാരഥി സെന്റർ ഫോർ എക്സലൻസ്. സാരഥി സെന്റർ ഫോർ എക്സലൻസ് SCFE കുറഞ്ഞ കാലയളവിനുള്ളിൽ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ നേടിക്കൊടുത്ത സ്ഥാപനം. ഇന്ത്യൻ ആർമിയിൽ 39 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത കേണൽ S. വിജയന്റെ മേൽനോട്ടത്തിൽ റിട്ടയർ മിലിറ്ററി ഓഫീസർമാർ എല്ലാ ദിവസവും നേരിട്ടെത്തി ക്ലാസ് എടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ അപൂർവ സ്ഥാപനം. NDA, MNS, അഫ്ഗാൻ, CDS, SSB ഇന്റർവ്യൂ കോച്ചിംഗ്, അഗ്നിപഥ് എന്നീ ഡിഫൻസ് തസ്തികകളിലേക്കും BSF, CISF, CRPF, RPF, SSC GD, ഡൽഹി പോലീസ്, ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ പാരാമിലിറ്ററി കോഴ്സുകൾക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും എൻട്രൻസ് കോച്ചിങ്ങും ഇന്റർവ്യൂ കോച്ചിങ്ങും വിജയകരമായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ www.scfeacademy.com അല്ലെങ്കിൽ വിളിക്കൂ 98474 14999.